ഏഴു പതിറ്റാണ്ടിലേറെ മലയാളത്തിന്റെ വാക്കും വെളിച്ചവുമായി നിറഞ്ഞ അക്ഷരസുകൃതമാണ് എം.ടി. വാസുദേവൻ നായർ. കേരളീയ ജീവിത പരിണാമത്തെ തൂലികയിലേക്ക് ആവാഹിച്ച പ്രതിഭയ്ക്ക് യാത്രാമൊഴിയേകാനൊരുങ്ങുകയാണ് കേരളം. അതേസമയം മലയാള സാഹിത്യ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് കമലഹാസൻ. മലയാള സിനിമാ ലോകത്തിന് എന്നെ പരിചയപ്പെടുത്തിയ കന്യാകുമാരി എന്ന സിനിമയുടെ സൃഷ്ടാവ് എന്ന നിലയിൽ അദ്ദേഹവുമായുള്ള എൻ്റെ സൗഹൃദത്തിന് ഇപ്പോൾ 50 വയസ്സ് തികയുന്നു. ഏറ്റവും ഒടുവിൽ മനോരഥങ്ങൾ വരെ ആ സൗഹൃദം തുടർന്നു. മലയാള സാഹിത്യ ലോകത്തിന് മികച്ച നോവലുകൾ സമ്മാനിച്ച അദ്ദേഹം മികച്ച തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. പത്രപ്രവർത്തന മേഖലയിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മരണം വേദനയുണ്ടാകുന്നു. എഴുത്തിൻ്റെ ലോകത്ത് ആഴത്തിൽ പതിഞ്ഞ അദ്ദേഹത്തിൻ്റെ കാലടികളുടെ വിയോഗം സങ്കടകരമാണ്. എഴുത്തിൽ സാധ്യമായ എല്ലാ രൂപങ്ങൾക്കും അതിൻ്റേതായ തനിമയോടെ പൂർണ്ണത നൽകിയ എഴുത്തുകാരൻ്റെ മനസ്സ് വിരമിച്ചിരിക്കുന്നു. ഇത് വലിയ നഷ്ടമാണ്. തെന്നിന്ത്യൻ സാഹിത്യ വായനക്കാരെയും കലാ ആരാധകരെയും ഇത് ദുരിതത്തിലാക്കും. മഹാനായ എഴുത്തുകാരൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ, കമലഹാസൻ പറഞ്ഞു. അതേസമയം എം.ടി. സാർ കടന്നു പോകുമ്പോൾ ഞാനൊരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തു പോകുന്നുവെന്ന് മഞ്ജു വാര്യർ. 9 വർഷം മുമ്പ് തിരൂർ തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു. അന്ന് ഞാൻ ആ വിരലുകളിലേക്കാണ് നോക്കിയത്. ഭീമനും സേതുവും വിമലയും ചന്തുവുമെല്ലാം ജനിച്ച വിരലുകൾ. അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛനെന്നല്ലാതെ മറ്റൊരു വിശേഷണം മനസ്സിൽ വന്നില്ല. ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു നടത്തിയ എഴുത്തുകാരിൽ പിതാവിൻ്റെ സ്ഥാനം തന്നെയാണ് എം.ടി. സാറിന് എന്നു തന്നെ വിശ്വസിക്കുന്നു. ഒറ്റത്തവണയെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാകാൻ സാധിച്ചുള്ളൂ. പക്ഷേ എം.ടി. സാർ എനിക്ക് സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിൻ്റെ പേരായിരുന്നു ദയ. കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു, ഇടയ്ക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ആ ഓർമ്മകളും വിരൽ തണുപ്പും ഇന്നും ബാക്കി നിൽക്കുന്നു. എഴുത്തോലയും മതി ഒരായുസിലേക്ക്. നന്ദി സാർ, ദയാപരതയ്ക്കും മലയാളത്തെ മഹോന്മതമാക്കിയതിനും. എന്തായാലും എം.ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിന് തീർത്തും നഷ്ടമായത് ഒരു മഹാവിസ്മയത്തെ തന്നെയാണ്. മലയാളത്തിൻ്റെ സുഹൃതമാണ് എല്ലാവർക്കും നഷ്ടമായത് എന്നാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എല്ലാവരും പറഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളും അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. പല നടന്മാർക്കും വളരെ മികച്ച കഥാപാത്രങ്ങൾ നൽകി അവരെ ഉന്നതിയിലേക്ക് നയിച്ച വ്യക്തിത്വമായിരുന്നു എം.ടി. വാസുദേവൻ നായർ. സിനിമയോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലും തുറന്ന പോരുമായി രംഗത്തെത്തിയിരുന്നു. പലരെയും മുഖം നോക്കാതെ തൻ്റെ പ്രസ്താവനകളിലൂടെ അദ്ദേഹം വേറെ തലങ്ങളിലെത്തിക്കുകയായിരുന്നു.